ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കുമായിട്ടാണ്. പുവർ മൈൻഡ് സെറ്റ് അഥവാ ദാരിദ്ര്യ മനോഭാവം. ആദ്യമായി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. രണ്ടു ആളുകൾക്ക് ഒരേ അവസരം കിട്ടി. ഒരാൾ വിജയിച്ചു, മറ്റൊരാൾ പരാജയപ്പെട്ടു. എന്തുകൊണ്ടാണ്? ഭാഗ്യമോ അതോ വിദ്യാഭ്യാസമോ? അല്ല, പലപ്പോഴും വ്യത്യാസം അവരുടെ മൈൻഡ് സെറ്റിലാണ്. കാരണം ദാരിദ്ര്യം പലപ്പോഴും പേഴ്സിൽ നിന്ന് തുടങ്ങണമെന്നില്ല, അത് പലപ്പോഴും മനസ്സിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. പുവർ മൈൻഡ് സെറ്റ് എന്നാൽ എന്താണ്? പുവർ മൈൻഡ് സെറ്റ് എന്നത് പണമില്ലാത്ത അവസ്ഥയല്ല. എനിക്ക് കഴിയില്ല, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, നന്നായി കഷ്ടപ്പെട്ടാലേ പണം കിട്ടൂ എന്നിങ്ങനെ വിശ്വസിക്കുന്ന ചിന്താരീതിയാണത്. ഇത് നമ്മൾ ചെറുപ്പത്തിലെ കണ്ടും കേട്ടും നമ്മുടെ ഉള്ളിൽ പതിഞ്ഞു പോയതാണ്. നമ്മുടെ പാരൻസും ചുറ്റുമുള്ളവരും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മൈൻഡിനെ ലിമിറ്റ് ചെയ്തു. ഉദാഹരണത്തിന്, വലിയൊരു ആനയെ ബന്ധിച്ചിരിക്കുന്നത് ഒരു ചെറിയ ചങ്ങലയിലാണ്. ആന വിചാരിച്ചാൽ ആ ചങ്ങല എളുപ്പത്തിൽ പൊട്ടിച്ച് രക്ഷപ്പെടാനൊക്കെ സാധിക്കും. പക്ഷെ അത് പൊട്ടിക്കാൻ ശ്രമിക്കില്ല, കാരണം അതിനങ്ങനെയാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആന എന്നത് അപാരമായ അമാനുഷിക ശക്തിയുള്ള സോളിന്റെ ഉടമകളായ നമ്മളും, ചങ്ങല എന്നത് നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫുമാണ്. ഫ്രണ്ട്സ്, നമ്മളിൽ പലരും ഈ ലൂപ്പിൽ അറിഞ്ഞോ അറിയാതെയോ കുടുങ്ങിക്കിടക്കുകയാണ്. ഇത് എങ്ങനെയാണ് നമ്മളിൽ സംഭവിച്ചത്? ആദ്യമായി ചൈൽഡ്ഹുഡ് പ്രോഗ്രാമിംഗ്, ചെറുപ്പത്തിലുള്ള നമ്മൾ കണ്ടറിഞ്ഞ കാര്യങ്ങൾ. ഇത് നിനക്ക് പറ്റൂല, നമ്മൾ സാധാരണക്കാരാണ്, വലിയ സ്വപ്നമൊന്നും കാണണ്ട, ഇവ മനസ്സിൽ പതിഞ്ഞു പോകും. രണ്ടാമത് ഫിയർ ഓഫ് ഫെയിലിയർ, പരാജയപ്പെടുമോ എന്നുള്ള ഭയം. ഇത് പലരെയും ശ്രമിക്കുന്നതിൽ നിന്ന് തടയുന്നു. അല്ലെങ്കിൽ മുമ്പ് എപ്പോഴോ ഒരു കാര്യം ചെയ്തപ്പോൾ പരാജയം വന്നതുകൊണ്ട് വീണ്ടും ശ്രമിക്കാൻ പേടി. പരാജയം നമ്മെ പുതിയ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു എന്നവർ മനസ്സിലാക്കുന്നില്ല. മൂന്നാമതായി കൺസിസ്റ്റന്റ് കമ്പാരിസൺ, മറ്റുള്ളവരുടെ ജീവിതം നോക്കി നെടുവീർപ്പിടുക. ഞാനൊന്നും ആയില്ല, എനിക്കൊന്നും കഴിവില്ല, എൻ്റെ ജന്മത്തിന് ഒരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞ് പരാതിപ്പെട്ട് ജീവിക്കുന്നു. ഫ്രണ്ട്സ്, ഈ ലിമിറ്റിംഗ് ബിലീഫിന്റെ ലൂപ്പിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തു കടക്കാം? നമ്പർ 1, യുവർ വേർഡ്സ് മാറ്റർ. ഇനി മുതൽ എനിക്ക് കഴിയില്ല എന്നതിന് പകരം എനിക്ക് പറ്റും, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറയുക. സ്റ്റെപ്പ് നമ്പർ 2, സ്മോൾ വിൻസ്. ഒരു ദിവസം കൊണ്ട് കോടീശ്വരനാവാൻ ശ്രമിക്കണ്ട. ഒരു ചെറിയ ഗോൾ ആദ്യം സെറ്റ് ചെയ്യുക, എന്നിട്ട് അത് നേടാനുള്ള വഴി ചെയ്യുക. അപ്പോൾ തന്നെ ഓരോ മാർഗങ്ങൾ മുന്നിൽ തെളിഞ്ഞു വരും. അന്നു മുതൽ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു തുടങ്ങും. സ്റ്റെപ്പ് നമ്പർ 3, ചേഞ്ച് യുവർ സർക്കിൾ. പലപ്പോഴും നെഗറ്റീവായ ആളുകളുടെ ഇടയിൽ നിന്നാൽ നമ്മളും നെഗറ്റീവായി പോകും. നിങ്ങൾ കേട്ടിട്ടില്ലേ, 4 മണ്ടന്മാരുടെ ഇടയിൽ നിന്നാൽ 5ാമത്തെ മണ്ടൻ നമ്മളാവും എന്ന്. പോസിറ്റീവായ ഗ്രോത്ത് ഓറിയന്റഡ് ആയ ആളുകളെ ഫോളോ ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 4, ലേൺ കണ്ടിന്യൂസ്ലി. പണം നഷ്ടപ്പെട്ടാലും പണം ഉണ്ടാക്കാനുള്ള നമ്മുടെ കഴിവ് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നാണല്ലോ. നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അത് നിങ്ങളിൽ തന്നെ ആയിരിക്കണം. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക, പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചത് നിങ്ങളുടെ തെറ്റല്ല, മറിച്ച് പാവപ്പെട്ടവനായി തന്നെ മരണം വരെ ജീവിക്കുക എന്നത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് മാറുന്നതിന് മുമ്പ് നിങ്ങളുടെ വിശ്വാസങ്ങൾ മാറണം. നിങ്ങളുടെ സാഹചര്യം മാറുന്നതിന് മുമ്പ് നിങ്ങളുടെ ചിന്തകൾ മാറണം. ജീവിതത്തിൽ വിജയിക്കുന്നവർക്ക് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ? അവർ അവസരങ്ങൾ പ്രശ്നങ്ങളെക്കാൾ വലുതായി കാണുന്നു. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോയിൽ ഒരു കാര്യം ഓർക്കുക. യുവർ മൈൻഡ് സെറ്റ് ഈസ് യുവർ ഫസ്റ്റ് വെൽത്ത്. നിങ്ങളുടെ മനസ്സ് സമ്പന്നമായാൽ അവസരങ്ങൾ കാണാൻ തുടങ്ങും. അവസരങ്ങൾ കണ്ടാലോ ജീവിതം മാറാൻ തുടങ്ങും. എല്ലാവരുടെയും മനസ്സ് സമ്പന്നമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇറ്റ്സ് മീ സമീറ. യു ആർ വാച്ചിങ് മൈൻഡ് മിറർ വിത്ത് സമീറ. താങ്ക് യു.